നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നയനാമല ചന്തയിലെ വീഡിയോ ആണ്. ചൊവ്വാഴ്ച പുലർച്ചെ 4:15 ഇപ്പോൾ നമ്മൾ ചന്തയിലെത്തിയിരിക്കുകയാണ്. ചന്ത തുടങ്ങിയിരിക്കുകയാണ്. സബ്സ്ക്രൈബറുണ്ട്, അവർക്ക് പോത്ത് കുട്ടി എടുക്കണം. നല്ല കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, നല്ല വൃത്തിയുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, ആന്ധ്ര കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. പെരുന്നാൾ കച്ചവടമാണ്. പെരുന്നാളിന് മുമ്പുള്ള ലാസ്റ്റ് ചന്തയാണ് ഇവിടെ നിൽക്കുന്ന കുട്ടികൾ പലതും പല മേനിയാണ് ചോദിക്കുന്നത്. 16,000 14,000 ഒക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ കുറച്ച് ആന്ധ്ര കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാവരും ഒന്ന് വട്ടമടിക്കുന്നത്. മേനി വില 17 രൂപയാണ് ചോദിക്കുന്നത്. 17,000 രൂപ വെച്ച് ചോദിക്കുന്നുണ്ട്. നല്ല ഇത്തിരി വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ്, ആന്ധ്ര കുട്ടികളാണ്. നല്ല ഹൈറ്റും നീളമുള്ള കുട്ടികൾ തന്നെയാണ്. ഇനി അങ്ങോട്ട് കുട്ടികൾക്കെല്ലാം അത്യാവശ്യം വില കൂടും. കുട്ടികളുടെ സീസണായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊരു 7 കുട്ടി, ഇച്ചിരി വലുപ്പമുള്ള 7 കുട്ടിയെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. മൊത്തം 13 കുട്ടികളുണ്ടായിരുന്നു, 12 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 6 ഒരു മീഡിയം സൈസ് കുട്ടികളാണ്. അപ്പോൾ നമ്മളത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഏജൻറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അത്യാവശ്യം വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ്. അങ്ങനെ ഇതിന് നമ്മൾ 7 എണ്ണത്തിന് വാങ്ങിയിരിക്കുകയാണ്. വിൽപ്പനയ്ക്കായതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയ വില വീഡിയോയിൽ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് അവർ മേനു വില 17 രൂപ വെച്ചാണ് ചോദിച്ചത്. ഈ നിൽക്കുന്ന കുട്ടികളാണ്. വിൽപ്പനയ്ക്കാണ്ട് അവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഇവിടെ നമ്മൾ ചന്തയ്ക്കകത്തോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മൂരിക്കുട്ടികളെയൊക്കെ വാങ്ങാം, മൂരിക്കുട്ടിയും പൈക്കുട്ടികളെയൊക്കെ വാങ്ങാമെന്നും പറഞ്ഞ് ചന്തയ്ക്കകത്തോട്ട് വന്നിരിക്കുകയാണ്. നല്ല വളർത്താൻ പറ്റിയ പൈക്കുട്ടികൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. 7,000 രൂപ 8,000 രൂപയ്ക്കൊക്കെ ചെറിയ കുട്ടികളെ കിട്ടും. ഇച്ചിരി കൂടെയൊക്കെ വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 10 രൂപയ്ക്ക് മേളിൽ കൊടുക്കേണ്ടി വരും. നല്ല HF ജേഴ്സി, ഇവിടുത്തെ ഈ നാടൻ പശുകളൊക്കെ ഒരുപാട് എണ്ണം നിൽപ്പുണ്ട്. നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ തന്നെ നിൽപ്പുണ്ട്. വലിപ്പം അനുസരിച്ചാണ് ഓരോന്നിനും ഒരു വില പറയുന്നത്. മുരിക്കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ വലിയ മുരിക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. HFൻ്റെ വലിയ മൂരികൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ നേരം വെളുത്തതിന് ശേഷം അങ്ങോട്ട് പോകാം. ഇവിടെ നല്ലൊരു കുട്ടി നിൽപ്പുണ്ട്. ഇതിന് ചോദിക്കുന്നത് 10,500 10,500 പൈക്കുട്ടിയാണ്. എൻ്റെ ഉദ്ദേശത്തിൽ ഒരു 6 രൂപ 7 രൂപയ്ക്ക് കിട്ടും. അതിന് നമ്മൾ പുള്ളി വെച്ചിരിക്കുകയാണ്. അടയാളം വെച്ചില്ലെങ്കിൽ കുട്ടി മാറിപ്പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ നീല പെയിൻറ്റ് മേടിച്ച് അതിന് എല്ലാത്തിനും പൊട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ബാക്കി ഒരു 6 കുട്ടികളൂടെ നിൽപ്പുണ്ട്. ഇതിനെക്കാട്ടി ചെറുതാണ്. ആ ഭാഗത്ത് കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട്. ഇത് കർണാടക തമിഴ്നാട് കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം. ഇച്ചിരി വലിപ്പമുള്ള കുട്ടികളാണ്. ഏകദേശം ജോഡി ഒരു 11,500 നടക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന് അവർ 17 രൂപ വെച്ചാണ് ചോദിക്കുന്നത് ഓരോ കുട്ടികൾക്കും. 11 കുട്ടിയുണ്ട് ഈ ഒരു ലാറ്റിൽ. ഇടയ്ക്കൊക്കെ ഇത്തിരി കൊമ്പ് വളർന്നുണ്ട്, എന്നാലും വളർച്ചയിലൊന്നും ബാധിക്കില്ല. ഇതൊക്കെ നല്ല കുട്ടികളാണ്, അത്യാവശ്യം വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ തന്നെയാണ്. ഇവിടെ ഒരു 3 പോത്ത് കുട്ടികൾ നിൽപ്പുണ്ട്. അത്യാവശ്യം വളർന്നു തന്നെയാണ്. ഒരു 60 കിലോ 70 കിലോ ഒക്കെ ഇറച്ചി വരുന്നതാണ്. 23 രൂപ മേനിയാണ് ചോദിക്കുന്നത് ഓരോ കുട്ടിക്കും. 23,000 രൂപ മേനി വില ചോദിക്കുന്നുണ്ട്. ഒരു 15 രൂപ 16 രൂപ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട്. ഇത് നമ്മൾ ആദ്യം വന്ന് വില പറഞ്ഞതാണ്. നമ്മൾ 10,500 രൂപ പറഞ്ഞിട്ടുണ്ട്. 10,500 രൂപയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഇല്ല. 11 രൂപയ്ക്ക് മേളിലോട്ടേ അത് കച്ചവടം നടക്കുകയുള്ളൂ. അല്ല, വലിപ്പമുള്ള ഒരു 10-11 കുട്ടി നമ്മൾ ചോദിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്ന സുഹൃത്തുക്കളാണ് അത് ചോദിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല. ഇവിടെ നല്ലൊരു നാടൻ പശു നിൽപ്പുണ്ട്. കാളയെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ ചന്തയ്ക്കകത്ത് ഇതുവരെ കയറിയിട്ടില്ല. ഇനി ഒന്ന് നേരം വെളുക്കട്ടെ. അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ്. നമ്മൾ ആ വലിയ ലാട്ടെടുത്ത് 7 കുട്ടി എടുത്തതിൽ അതിലെ ചെറിയ കുട്ടികളാണ് നിൽക്കുന്നത്. രണ്ടും കൂടെ 18 രൂപ 19 രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത്. ഒരു 22 രൂപ ചോദിക്കുന്നുണ്ട്. 11 മേനി 19 രൂപയ്ക്ക് ലാസ്റ്റ് തരാമെന്നാണ് പറഞ്ഞത്. നമ്മൾ എടുത്തിട്ടില്ല. എവിടെയും കുറച്ച് കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള കുട്ടികളൊക്കെ നല്ല വില ചോദിക്കുന്നുണ്ട് അവർ. ഇതൊരു എരുമയാണ്, എരുമക്കിടാവാണ്. വളർത്താൻ പറ്റിയ നല്ലൊരു എരുമക്കിടാവാണ് ഇതായി നിൽക്കുന്നത്. അതിനും ചോദിക്കുന്ന 27 രൂപയാണ്.
ഇവിടെയും കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട്. തമിഴ്നാട് കുട്ടികളാണ്. ഇവിടെ കുട്ടികളെയൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. പെരുന്നാളിന് മുമ്പുള്ള ലാസ്റ്റ് ചന്തയാണ്. ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ് ഇവിടെ ചന്ത പറഞ്ഞത്. ഈ കുട്ടികൾ ഇതുവരെയായിട്ട് വിറ്റ് പോയിട്ടില്ല. മൂന്നിനും കൂടെ ഓരോന്നിനും 23 മേനിയാണ് പറഞ്ഞത്. നമ്മൾ 15.5 രൂപ വീതം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വളർത്താൻ പറ്റിയ പൈക്കുട്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഗിയർ ക്രോസാണ്. ചെറിയൊരു ക്രോസ് വീണിട്ടുണ്ട് ഗിയറിൻ്റെ. ചെറിയ ഒരു 70 കിലോ 80 കിലോ ഒക്കെ റേഞ്ചിൽ വരുന്ന എരുമ വിറ്റ് പോകുന്നുണ്ട്. നമ്മൾ വാങ്ങിയ കുട്ടികളാണ്. നേരം വെളുത്തതിന് ശേഷം പോകണമെന്ന് വീഡിയോ എടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടികളാണ്. ആന്ധ്ര കുട്ടികൾ 10-15 കുട്ടികളെ വന്നോളായിരുന്നു. അടുത്ത ആഴ്ച തൊട്ട് ഇനി വളർത്തു കുട്ടികളാണ് ഏറ്റവും കൂടുതലും ഈ ചന്തയിൽ കയറുന്നത്. കാരണം പിന്നെ ഇനി എല്ലാം വളർത്തു കുട്ടിയുടെ ടൈം ആയതുകൊണ്ട് അവിടെ HFൻ്റെ മൂരിത ഇവിടെ നിൽപ്പുണ്ട്. വലുതാണ് 3 എണ്ണം. ഒരു 10-200 കിലോ തൂക്കം വരുന്ന ഇറച്ചി തൂക്കം വരുന്ന HFൻ്റെ മൂരികളാണ്. അങ്ങ് ചന്തര മറ സൈഡിൽ ഒരുപാട് കാളയും മൂരിയൊക്കെ വലുത് നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. നമ്മളിവിടെ ഓരോന്നിനൊക്കെ ഇങ്ങനെ വില ചോദിച്ച് പോവുകയാണ്. നമ്മൾ ഒരു ടീം ഇതുവരെയായിട്ടൊന്നും എടുത്തിട്ടില്ല. അതാ ഈ ഒരു എരുമക്കിടാവ് അടിച്ചിട്ടുണ്ട്. ഏകദേശം കച്ചവടം കുറച്ച മട്ടാണ്. ചെറിയൊരു കയറ് പിടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 500-1000 രൂപ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. മിക്കവാറും കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു 500 രൂപയുടെ പിടിപ്പിച്ചാൽ നടക്കും. ഒരു ഏജൻ്റ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളർത്താനും ഇറച്ചിയാസിനും പറ്റിയ ഒരു എരുമ തന്നെയാണ്. അവിടെ ഓക്കെ, അത് കച്ചവടമായിരിക്കുകയാണ്. അത് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അത് വാങ്ങിയ വില പറയാത്തത്. അവർക്ക് അവിടെ കച്ചവടം ചെയ്യാനുള്ളതാണ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും നമ്മളെ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് അത് അവർക്കൊരു ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. കുറച്ച് മൂരികളൊക്കെ വാങ്ങി കെട്ടിയിട്ടുണ്ട്. വലിയ എരുമയാണ്. ഞാൻ പോത്തെന്ന് പറഞ്ഞാൽ ഓടി വന്നത്, പക്ഷേ ഇത് വലിയ എരുമയാണ്. 100-300 കിലോയ്ക്ക് അടുത്ത് തൂക്കം വരുന്ന എരുമയാണ്. വലിയ പോത്തുകളൊന്നും വന്നിട്ടില്ല ഇന്ന് ചന്തയിൽ. എന്ത് പറ്റിയാന്തോ ഇന്ന് പെരുന്നാൾ ചന്ത ലാസ്റ്റ് ആയതുകൊണ്ട് വലിയ പോത്തുകളൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. മൂരിയും കാളയും തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഈ ചന്തയിൽ വന്നിരിക്കുന്നത്. മൂരി വലിയ ഒരു 150 കിലോ 200 കിലോ ഒക്കെ. പക്ഷേ ഇവിടെയും 10-350 രൂപ കിലോ തോതിലാണ് ഇപ്പോൾ കച്ചവടം നടക്കുന്നത്, പെരുന്നാൾ കച്ചവടം. ഏകദേശം നമ്മളെ നാട്ടിൽ ആ ഒരു റേറ്റായി. നമുക്ക് ഇവിടുത്തെ ആ ഒരു വില വെച്ച് നോക്കുമ്പോൾ, വണ്ടി വാടകയും ഇതെല്ലാം കൂടെയൊക്കെ നോക്കുമ്പോൾ ആ റേറ്റ് തന്നെ ആവും. പശുക്കൾ ഒരുപാട് നിൽപ്പുണ്ട്. കറവയുള്ള പശുക്കളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് ഈ ഭാഗത്ത്. മീറ്റ് ഹൗസിന് വന്ന മൂരികളും എല്ലാം ഉണ്ട്. നമ്മളങ്ങനെ കറങ്ങി നടക്കുകയാണ്. 1-2 പശുക്കളെങ്കിലും ഇവിടെ എടുക്കാമെന്നുള്ള ഇതിലാണ് നോക്കുന്നത്. അതിൻ്റെ പല്ല് പിടിച്ച് നോക്കുന്നുണ്ട് വയസ്സറിയാൻ വേണ്ടി. ഇവരെല്ലാം കൊമ്പ് ചെത്തി വൃത്തിയാക്കി നിർത്തിയേക്കുന്നതുകൊണ്ട് നമുക്ക് പ്രായം പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അത്യാവശ്യം ഒരു ഒതുങ്ങിയ പശുവാണ്. 32 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 32,000 രൂപ 32 രൂപ ചോദിക്കുന്നുണ്ട്. 5 ലിറ്റർ പാലൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അവിടെ ഒരു മൂരിയുടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പതിനായിരത്തിൻ്റെ കണക്കൊക്കെ പറയുന്നുണ്ട്. മൂരിയാണ്, പൈക്കുട്ടിയാണെന്ന് തോന്നുന്നു. ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നാടൻ പശുവാണ് ഇവിടെ നിൽക്കുന്നത്. ഈ നാടൻ പശു വെള്ള ജല്ലിക്കെട്ട് കാളയുടെ ഒരു ടൈപ്പാണ്. അത് ഈ തമിഴ്നാട്ടിൽ കൂടുതലും അവർ എങ്ങനത്തെ സാധനങ്ങളെ വാങ്ങത്തുള്ളൂ, നാട്ടുമ്പുറങ്ങളിൽ നിന്ന് വരുന്ന പശുക്കൾ. HFൻ്റെ പശുവൊക്കെ ഇതാ ഇവിടെ ഇപ്പോൾ ഉണ്ട്. പശുക്കൾ കണ്ടമാനം വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ. കണ്ടമാനം വന്നിട്ട് പശുക്കളെ വാങ്ങാൻ ഇന്ന് എനിക്ക് തോന്നുന്നു ഇച്ചിരി ലാഭമുണ്ടെന്ന് തോന്നുന്ന ഒരു HFൻ്റെ മൂല്യത അവിടെ ഇരിപ്പുണ്ട്. 60,000 രൂപ കണക്കൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല. കൊടുക്കാനാണ്. ഇവിടെയും 2 പശുക്കൾ ഇപ്പോൾ ഉണ്ട്.
അത് കറക്കാതെ കൊണ്ടുവരുന്നതാണ്. 2 ദിവസമൊക്കെ കറക്കാതെ നിർത്തിയാണ് ഇത്രയും അകട് വീർത്ത് നിൽക്കുന്നത്. ഒന്ന് നമ്മൾ കറന്ന് നോക്കിയപ്പോൾ പാല് വരുന്നുണ്ട്, നല്ല രീതിക്ക് പാല് വരുന്നുണ്ട്. അതിനെ ഒരു 27 രൂപ ചോദിച്ച് നിൽക്കുകയാണ്. നമ്മളെ കൂടെ വന്ന ഒരാളാണ്. ഈ ഒരു പശുവിനെ അവർ കുറേ നേരം കൊണ്ട് തടവുകയാണ്. ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ 4 മണി മുതലാണ് ചന്ത. ഇത് നല്ല അകടിൽ നല്ല പാലുണ്ട്, പക്ഷേ വിശ്വസിച്ച് വാങ്ങാൻ പറ്റത്തില്ല. അവർ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ കറക്കാതെ നിർത്തിയതായിരിക്കും. ഇത് നല്ലൊരു പശു, ഒതുങ്ങിയ പശുവാണ് അതായി നിൽക്കുന്നത്. 35-40 ഒരേ പശുവിന് ചോദിക്കുന്നുണ്ട്. ചെറിയ പശുക്കൾക്കൊക്കെ ഇത്തിരി വില കുറവുണ്ട്. ഒരു 30,000 രൂപ താഴെ അവർ ചോദിക്കുന്നുള്ളൂ. പക്ഷെ അത് കൊണ്ടുവന്നൊന്ന് റെഡിയാക്കി എടുക്കണം. ഇവിടുത്തെ നാടൻ പശുവാണിത്. ഇവിടെ 2 മൂരികൾ നിൽപ്പുണ്ട്. 52 രൂപ ചോദിക്കുന്നുണ്ട്. 26 മേനി വെച്ചാണ് ചോദിക്കുന്നത്. 52,000 രൂപയാണ് അതിന് രണ്ടിനോട് ചോദിക്കുന്ന വില. അവിടെയും മൂരികൾ നിൽപ്പുണ്ട്. അതിൻ്റെ വില ലഭ്യമല്ല. പല സൈസ് കന്നുകാലികളെ നമുക്കിവിടെ ഈ ചന്തയിൽ വന്ന് കാണാൻ പറ്റും. ചന്ത നമ്മൾ കറങ്ങി നടന്ന് കാണാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. ഒരു മൂരിക്കുട്ടിയാണ് അവിടെ നിൽക്കുന്നത്. 19 രൂപ വേണമെന്നാണ് പറയുന്നത് ഇതിന്. 19,000 രൂപ. ഒരു ചെറിയ മൂരി ഇത് അവിടെ നിന്ന്, വലിയ മൂരികളാണ് ഇവിടെ നിൽക്കുന്നത്. 60,000 65,000 ഒക്കെ ചോദിക്കുന്ന മൂരികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഒരു വലിയൊരു യമണ്ട മൂരി അവിടെ നിൽപ്പുണ്ട്. ജല്ലിക്കെട്ട് കാള ഡബിൾ കയറിലൊക്കെയാണ് ഇട്ടേക്കുന്നത്. നമ്മളവിടെ ഒരു കച്ചവടക്കാരനെ ഒരു കാലെടുത്ത് അടിച്ചു കൊടുത്ത് മുട്ടിൻ്റെ ചിരട്ട ആ സൈഡ് തന്നെ പൊട്ടലുണ്ടെന്ന് തോന്നുന്നു. പുള്ളി ആകെ കിടന്ന് നിലവിളിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇതിങ്ങനെയുള്ള സാധനത്തിനെ കാണുമ്പോഴേ പേടിയാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് സംഭവിച്ചതാണ്. അന്ന് വീഡിയോയിൽ എടുത്തില്ല ഞാൻ. കൊണ്ടുപോയ വഴിക്ക് കാലെടുത്ത് അടിച്ചു കൊടുത്തതാണ്. മൂരികളൊക്കെ ഈ ഭാഗത്ത് ഇഷ്ടം പോലെ കൊണ്ട് പല സൈസ് മൂരികൾ, വളർത്താനും ഇറച്ചി വശനും പറ്റിയ മൂരികളും ഉണ്ട്. ഇതിന് അവർ 13 രൂപ ചോദിക്കുന്നുണ്ട്. ഈ ഒരു മൂരിക്ക് 13,000 രൂപ. HFൻ്റെ മൂരി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. 67 രൂപ ചോദിക്കുന്നുണ്ട് ഇതായി ഒരു മൂരിക്ക്. ആ വണ്ടിയിലൊരു ജല്ലിക്കെട്ട് കാള നിൽപ്പുണ്ട്. ജല്ലിക്കെട്ട് അപ്പോൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. 2 കയറിലിട്ടേക്കാണ്. ഇതൊക്കെ കച്ചവടം കഴിഞ്ഞ മൂരികളും പശുക്കളും എരുമകളൊക്കെയാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. ജല്ലിക്കെട്ട് സൈസ് മൂരികൾ ഒരുപാട് വന്നിട്ടുണ്ടെന്ന് ചന്തയിൽ. ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. നമ്മളിതുവരെ ആയിട്ട് ഒരു 7 പോത്തുകുട്ടിയും ഒരു എരുമ, 2 എരുമ എടുത്ത് ഒരു പശു, കറവുള്ള ഒരു പശുവിനെ എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ചന്തയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനിടയ്ക്ക് ഒന്ന് വീഡിയോ എടുക്കാമെന്നൊന്ന് കറങ്ങി എടുക്കാമെന്നുള്ള ഇതിൽ വന്നതാണ്. അവർ ചന്തയ്ക്കകത്ത് നിൽപ്പുണ്ട്. അങ്ങോട്ട് പോകണം. നല്ല സൈസ് മൂരികളൊക്കെ ഇവിടെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. പെരുന്നാളോടനുബന്ധിച്ചുള്ള ഒരു വില കൂടുതൽ ഈ ചന്തയിൽ ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയെ കാട്ടിയും ഒരു മാടിൻ്റെ പുറത്ത് 1000-1500 രൂപയ്ക്ക് മുകളിൽ വില കൂടുതലാണിന്ന്. ഇപ്പോൾ പെരുന്നാൾ കഴിയുമ്പോഴത്തേക്ക് വലിയ മാടുകൾക്ക് വില കുറയും. പിന്നെ വളർത്തു കുട്ടികൾക്കാണ് വില കൂടുന്നത്. നമ്മൾ ഇന്നിപ്പോൾ മേടിച്ച ആ പോത്ത് കുട്ടികളൊക്കെ അടുത്ത ആഴ്ച പെരുന്നാൾ കഴിയുമ്പോഴത്തേക്ക് വന്ന ആ വിലയ്ക്ക് കിട്ടില്ല. അതിനെക്കാട്ടും വില കൊടുക്കേണ്ടി വരും. ആ ഒരു വ്യത്യാസമുണ്ട്. അത് കച്ചവടം കഴിഞ്ഞതാണ്. ഇതെല്ലാം ഈ ഭാഗത്ത് നിൽക്കുന്ന മലപ്പുറം, മഞ്ചേരി, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാടൊക്കെ പോകാനുള്ള മാടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഉരുക്കളെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൻ്റെ മിക്കുള്ള ജില്ലകളിലേക്കും വണ്ടിയുണ്ട് കൊണ്ടുപോകാൻ. അവർ ലോഡ് കയറ്റി വിടുന്ന വണ്ടിയിൽ നമ്മൾ വണ്ടിക്കൂലി കൊടുത്താൽ മതി, അവർ കൊണ്ടിറക്കി തരുന്നത്. ഇവിടെ ഒരു ഗീറിൻ്റെ ഒരു മൂരിയുണ്ട്. ഏകദേശം ഒരു 1.5 വയസ്സ് പ്രായം വരുന്ന മൂരിയാണ്. അപ്പോൾ ഒരു കുസൃതിക്കാരാണെന്ന് തോന്നുന്നു. അതിൽ 2 പേര് പോയപ്പോൾ അവരെ പാഞ്ഞ് ഇടിക്കാനായിട്ട് വന്ന്. വളർത്താൻ പറ്റിയ സാധനം തന്നെയാണ്. ഇവിടെ അധികം തീറ്റയൊന്നും കൊടുക്കാതെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഫ്രെയിമായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് കയറി വരും. നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഇത്തിരി പുല്ലും വെള്ളമൊക്കെ കുടിച്ച് സെറ്റായി വരുമ്പോൾ നമ്മളെ കാലാവസ്ഥയൊക്കെ ആയി വരുമ്പോൾ ഇവിടെ ചൂടായതുകൊണ്ടാണ്. വളർത്താൻ പറ്റിയ കുട്ടികളൊക്കെ ഇവിടെ ഒരുപാട് നിൽപ്പുണ്ട്.
മൂരിക്കുട്ടികൾ ഇഷ്ടം പോലെ ഇവിടെ കച്ചവടം നടക്കും. പക്ഷേ ഇവിടെ മാടിന് ആവശ്യമായി ഏത് സൈസ് കയറ് വേണമെങ്കിലും ഇവിടെ ഈ ചന്തയിൽ കിട്ടും. അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് മൂരിക്കുട്ടികൾ. മൂരിക്കുട്ടികളൊക്കെ വാങ്ങണമെങ്കിൽ കറക്റ്റ് 4 മണിക്ക് തന്നെ ചന്തയിലെത്തണം. ഒരു 3-3:30 മണിക്ക് ചന്തയിലെത്തണം. മൂരിക്കുട്ടിയുടെ കച്ചവടമാണ് തുടക്കം ചന്തയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളർത്തുകുട്ടികളാണ് നിൽക്കുന്നത്. രണ്ടും കൂടി 23 രൂപ ചോദിക്കുന്നുണ്ട് അതിന്. എല്ലാം കച്ചവടം കഴിഞ്ഞതാണ്. എല്ലാം കച്ചവടം കഴിഞ്ഞാണ് നിൽക്കുന്നത്. നല്ല നല്ല കുട്ടികൾ, നല്ല വളർത്തു കുട്ടികളൊക്കെ അവർ ഒരുപാട് വാങ്ങി കെട്ടിയിരിക്കുകയാണ്. പല റേറ്റിനുമുള്ള സാധനങ്ങൾ ചന്തയിലുണ്ട്. അപ്പോൾ ഈ ആഴ്ചയും വില കൂടുതൽ തന്നെയാണ് ചന്തയിൽ. നല്ല പൈക്കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. വളർത്താൻ പറ്റിയ നല്ല പൈക്കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിന് 18 രൂപയാണ് ചോദിക്കുന്നത്. അവിടെ നിൽക്കുന്ന ഓരോ കുട്ടികൾക്കും 7000 രൂപ വെച്ചാണ് ചോദിക്കുന്നത്. ആ ചെറിയ കുട്ടികൾ നമ്മളെ നാട്ടിലൊക്കെ എത്തുമ്പോൾ അതൊരു പരുവാകും. എത്തിയ ഭാഗ്യം. തീരെ പൊടി കുട്ടികളെ മേടിക്കരുത്, നമുക്ക് വില കുറച്ച് കിട്ടണമെന്ന് പറഞ്ഞ് അത്യാവശ്യത്തിന് ഉയരൊക്കെ ഉള്ള കുട്ടികളെ വാങ്ങിയാലേ നമ്മളെ നാട്ടിലെത്തുള്ളൂ. ഈ HF-ൻ്റെ മൂരികളൊന്നും ഇതുവരെയായിട്ടും വിറ്റ് പോയിട്ടില്ല. ഇപ്പോഴും നിൽക്കുകയാണ് 3 അതേപോലെ ആ കെട്ട് രാവിലെ നമ്മൾ ചന്തയ്ക്ക് വന്ന സമയത്ത് ഇവിടെ തന്നെയായിരുന്നു. ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണ്. വേറെ എങ്ങോട്ട് മാറിയിട്ടില്ല. ഇനി ആരെങ്കിലും തുടക്കമേ മേടിച്ച് കെട്ടിയേക്കുന്നതെന്നൊന്നും അറിയില്ല. ഈ വണ്ടിയിലൊരു പൈക്കുട്ടി ഒരു മൂരിക്കുട്ടി നിൽപ്പുണ്ട്. ഇതൊരു ഇനം എരുമയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കൊമ്പ് കാണാൻ നല്ല രസമുണ്ട്. 55,000 രൂപയാണ് ഈ എരുമയ്ക്ക് ചോദിക്കുന്നത്. നല്ലൊരു എരുമക്കുട്ടി വന്നിട്ടുണ്ട്. വളർത്താൻ പറ്റിയ നല്ലൊരു മുറ ക്രോസ് എരുമക്കുട്ടിയാണ് നിൽക്കുന്നത്. മുറ ക്രോസ് എന്നും പറഞ്ഞ് അവർ കൊണ്ട് കിടക്കുകയാണ്. പക്ഷേ കൊള്ളാം, നല്ല ക്വാളിറ്റിയുള്ള കുട്ടി തന്നെയാണ്. 27,000 രൂപ ചോദിക്കുന്നുണ്ട് ഇതിന്. 27,000 രൂപ. ഇതെല്ലാം കൊല്ലത്തേക്ക് പോകാനുള്ള കന്നുകളാണ്. ഇവരെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളെ കന്നുകളെല്ലാം കൊല്ലത്ത് കൊണ്ടുവരാനായിട്ട്. അവർ മാരാരിത്തോട്ടം പയ്യാങ്കര ചന്തയിൽ ലോഡ് കൊണ്ടുവരുന്നവരാണ്. അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു മാരാരിത്തോട്ടം ചന്തയിൽ ഇറക്കി തരാമെന്ന് പറഞ്ഞ് ബുധനാഴ്ച കാലത്ത് വന്ന് കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞ്. ഇപ്പോഴും കുറച്ച് കുട്ടികൾ അവിടെ വിൽപ്പനയ്ക്ക് നിൽപ്പുണ്ട്. ആ വണ്ടിയിൽ നിന്ന് ലോഡ് ഇറക്കുന്നുണ്ട്. ഇവിടെ 2 കുട്ടികൾ നിൽക്കുന്നത്. അതിന് 26 രൂപ ചോദിക്കുന്നുണ്ട്. നല്ല വളർത്താൻ പറ്റിയ കൈക്കുട്ടികളാണ്. നല്ല കുട്ടികൾ തന്നെയാണ്. 26 രൂപ ചോദിക്കുന്നുണ്ട്. നമ്മളൊരു 15 രൂപ പറഞ്ഞ് രണ്ടിനും കൂടി. പക്ഷേ ആ പൈസയ്ക്ക് നടക്കില്ല. ഇവിടെ ഒരു ഗീറിൻ്റെ പൈക്കുട്ടി ഇപ്പോൾ ഉണ്ട്. അതിന് 23,500 ചോദിക്കുന്നുണ്ട്. അതും കച്ചവടം വേറെ ആൾ പിടിച്ച് മേടിച്ചിരിക്കുകയാണ്. നല്ല കുട്ടിയാണ്. നല്ല നീട്ടും പൊക്കമുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ചന്തയിൽ നിന്ന് നമുക്ക് ഇറങ്ങാൻ സമയം 8 മണിയായി. നമുക്ക് 10:15 ട്രെയിൻ. അപ്പോൾ നമ്മൾ ചന്തയിലെ വീഡിയോ, ഈ ആഴ്ചത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിന് നോക്കട്ടെ കച്ചവടം നടക്കില്ലേ എന്ന്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ കാണാം. ഓക്കെ.